പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കൊരു മുരിങ്ങയില പരിപ്പ് കൂട്ടാനാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഒരു കപ്പ് തോരപ്പരിപ്പ് കഴുകിയെടുത്തിട്ടുണ്ട്. കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുത്തു. 2 ചെറിയ തക്കാളി ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക്, 2-3 കഷ്ണം വെളുത്തുള്ളി, അതൊന്ന് നടുകെ കീറിയിട്ട് കൊടുക്കാം. ചോറിനും ചപ്പാത്തിക്കൊക്കെ കൊള്ളാവുന്ന നല്ല ഒരു സൂപ്പർ കൂട്ടാനാണിത്. പിന്നെ ഒരു പിടി കണ്ടില്ല, ഇത്രയും മതി, മുരിങ്ങയില ക്ലീൻ ചെയ്ത് വെച്ചിരുന്നതാണ്, അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അത് വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഉപ്പ്, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. നന്നായിട്ട് പരിപ്പൊക്കെ നന്നായിട്ട് വേകുന്നതിനായിട്ട് ഒരു 4-5 വിസിൽ വയ്ക്കാം. പരിപ്പൊക്കെ നന്നായിട്ട് വെന്തുടയണം, അതുവരെ നമ്മൾ വേവിച്ചെടുക്കണം. ഏകദേശം 5 വിസിൽ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. പരിപ്പ് ഇത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് ഉടച്ച് കഴിയുമ്പോഴാണ് കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടുന്നത്. ശേഷം നമുക്കൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണയോ നെയ്യോ വെളിച്ചെണ്ണ ഏതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് വറുക്കാനുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുക്, കൂടെ ഒരു ഉണക്കമുളക്. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കരിവേപ്പില ചേർത്ത് കൊടുക്കാം. മുളകും കരിവേപ്പിലൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു മുറി സവാള ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ഒരു 8-10 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് വഴന്നു വരണം. ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഇപ്പോൾ നമുക്ക് ചോറിനാണെങ്കിൽ കുറച്ച് ലൂസായിട്ടുള്ളതായിരിക്കും നല്ലത്. ചപ്പാത്തിക്കോ പൂരിക്കോ ഒക്കെ ആണെങ്കിൽ കുറച്ച് തിക്കായിട്ടുള്ള കറിയായിട്ട് നമുക്ക് തയ്യാറാക്കാം. മുരിങ്ങയിലൊക്കെ ആകുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇതല്ലേ, വെയിറ്റുണ്ട്. മിക്കവാറും നമുക്ക് മേടിക്കാതെ തന്നെ പറമ്പിൽ നിന്നൊക്കെ നമുക്ക് ഒടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇതല്ലേ. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കായം ചേർത്ത് കൊടുക്കാം. പുളി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്പം പുളി കൂടെ പിഴിഞ്ഞ് ചേർക്കാം. തക്കാളിയുടെ പുളി മതിയെന്ന് തോന്നിയുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിയില തൂവി കൊടുക്കാം. ഇന്ന് തിളച്ച് കുറുകി വരുമ്പോൾ നമുക്കിത് വാങ്ങി വയ്ക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങയില പരിപ്പ് കൂട്ടാൻ ഇതുപോലെ നമുക്ക് തയ്യാറാക്കാം. അപ്പം
വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കൂടി നമുക്ക് വീണ്ടും കാണാം.